എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SLC കുട്ടികളുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്റർ ആയിരുന്നു. നിലവിൽ അതിലെ 4 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ പേജ് നമ്പർ 71 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. സമ്മിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതും സമ്മിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിക്കുന്നത്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അതാണ് AS എന്ന് എഴുതുന്നത്. അരിത്തമെറ്റിക് സീക്വൻസസ് ഇതാണ് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു 4 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് രണ്ടാമത്തേന് 4 സബ് പാർട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണിത്. തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ എന്താണ് ആദ്യത്തെ 25 ടൈംസിൻ്റെ സമ്മ് കാണുക. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. 25 പേരുടെ സമ്മ് കാണാൻ. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഇപ്പം തുടങ്ങി നമ്മൾ ഫസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഓർത്താൽ മതി. 51 + 52 + 53 അങ്ങനെ എഴുതി പോയി 70 കൊണ്ട് നിർത്തി അത്രയും പേരുടെ സമ്മ് കാണാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന ടൈമും തീരുന്ന ടൈമും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ X1 ഉം Xn ഉം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത, അപ്പോൾ അവിടെ നമുക്ക് എത്ര ടൈം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. നമ്പർ ഓഫ് ടൈംസ് കാണാൻ Xn - X1/d+1 എന്ന് ചെയ്തില്ലേ. ഇവിടെ അതേപോലെ ചെയ്യണ്ട. എത്ര ടൈം ഉണ്ടെന്ന് അറിയാം. 25 ടൈമിൻ്റെ സമ്മ് കാണാനാണ് പറയുന്നത്. അപ്പോൾ സമ്മിൻ്റെത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സാറ് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് സമ്മിന് വേറെ ഇക്വേഷൻസ് കൂടെ ഉണ്ട്. അതിലൊരു ഇക്വേഷനാണത്. ഓക്കെ, അപ്പോൾ നോക്കുക. നമ്മൾ നോർമലി നേരത്തെ പഠിച്ചാലാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് പറഞ്ഞുതരാം. Sn = n/2 × x1 + xn. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സമ്മിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം എത്ര പേരുടെ സമ്മാണ് കാണണ്ട? 25 പേരുടെ അല്ലേ. അപ്പം നമ്പർ ഓഫ് ടൈംസ് എത്ര? 25 അല്ലേ. അപ്പോൾ S25 = n, നമ്പർ ഓഫ് ടൈംസ് 25 അല്ലേ. 25/2 × x1 ഫസ്റ്റ് ടൈം 11 + xn എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈമാണ്? ലാസ്റ്റ് ടൈം. ഈ സീക്വൻസിൽ എത്ര പേരുടെ സമ്മ് കാണാനാണ് പറയുന്നത്? 25 പേരുടെ. അപ്പോൾ 1-ൽ തുടങ്ങി 25ാമത്തെ ടൈം വരെയുള്ള സമ്മ്. അപ്പോൾ 1-ൽ തുടങ്ങി 25-ൽ തീരുക. 25 പേരുടെ സമ്മ് എന്ന് പറയുമ്പം അവസാനത്തെ ആളാരാണ് മക്കളെ? 25 അപ്പം ഏതാണ് ലാസ്റ്റ് ടൈം? n പകരം 25. അതാണ് 25ാമത്തെ ടൈം. 25 പേരുടെ സമ്മ് കാണാമെന്ന് പറയുമ്പം അവസാനത്തെ ആളാരാ? 25 അവിടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 25ാമത്തെ ടൈം അറിയാവാ. 25ാമത്തെ ടൈം 25 അറിയാതെ കൊടുക്കരുത്. തെറ്റാണ്. കാരണം രണ്ടാമത്തെ ടൈം തന്നെ 22, മൂന്നാമത്തെ ടൈം തന്നെ 33, മൂന്നാമത്തെ ടൈമേ ആയിട്ടുള്ളൂ. 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ എഴുതി പോയി 25ാമത്തെ ടൈം എത്രയാണെന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയാണ് 25ാമത്തെ ടൈം കാണുന്നത്? ഒരു ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഓൾജിബ്രയുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. dn + f - d വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. 25ാമത്തെ ടൈം കാണാൻ ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ 24d കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 24d. 25ാമത്തെ ടൈം കാണാൻ ഒന്നാം ടൈമിൻ്റെ കൂടെ 24d. അത് വേണേൽ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് പറയാം. Xn = 25ാമത്തെ ടൈം കാണാൻ ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ 24d അല്ലേ. 10ാമത്തെ ടൈമാണ് കാണേണ്ടതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 10ാമത്തെ ടൈമാണ് കാണേണ്ടതെങ്കിൽ ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ 9d കൂട്ടിയാൽ മതി. 100ാമത്തെ ടൈം കാണണമെങ്കിൽ ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ 99d കൂട്ടിയാൽ മതി. 10ാമത്തെ ചോദിച്ചപ്പോൾ 9d, 25ാമത്തെ ചോദിച്ചപ്പോൾ 24d. അത് വെച്ചൊരു ഓൾജിബ്രയുടെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒന്ന് നോക്കാം നിങ്ങളത്. Xn = 10ാമത്തെ കാണാൻ 9d, 25ാമത്തെ കാണാൻ ഒന്നാമത്തെ ടൈമിനോട് 24d. അപ്പോൾ n-ാമത്തെ ടൈം കാണാൻ ഒന്നാമത്തേൻ്റെ കൂടെ 10 വന്നപ്പോൾ 9d, 25 വന്നപ്പോൾ 24d. എങ്കിൽ n വന്നാൽ എന്താണ്? n - 1 × d. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ഓൾജിബ്രയ്ക്ക്. നമ്മൾ Xn = dn + f - d പഠിച്ചില്ലേ. അതുപോലത്തെ ഒരു ഓൾജിബ്രയുടെ ഇക്വേഷനാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഒന്ന് Xn = f + n - 1 × d. Xn = dn + f - d. ഇതാണ് ഓൾജിബ്രയുടെ. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ 25ാമത്തെ ടൈം കാണാൻ ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ 24d കൂട്ടിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ടൈം ആരാടാ ഇവിടെ? ഒന്നാമത്തെ ടൈം 11. d ശ്രദ്ധിച്ചോണം. d ഇവിടുത്തെ ഗ്യാപ്പാണ്. d എന്ന് പറഞ്ഞാൽ 11, 22, 33. d കാണണമെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. സെക്കൻഡ് ടൈം 22. 22ൽ നിന്ന് 11 കുറയ്ക്കുമ്പം എത്ര വരും? 11 വരും. അപ്പോൾ d 11. ശ്രദ്ധിച്ചോണം. അപ്പോൾ 25ാമത്തെ ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം 11 + 24 × d എത്രടാ? d 11. d വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. d = d എങ്ങനെ ചെയ്യുന്നത്? d = x2 - x1. x2 ആരാടാ? 22 - 11. ഉത്തരം 11. ഡിയുടെ വാല്യൂ 11. ഓക്കെ, ആ 11 ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. f + 24d അല്ലേ.
അപ്പോൾ അതെ 25ാമത്തെ ടേം കാണുമ്പം 11 പ്ലസ് 24 ഇൻറ്റു 11 11 പ്ലസ് 24 ഇൻറ്റു 11 24 ഇൻറ്റു 10 വരുമ്പോൾ 240. 24 ഇൻറ്റു 11 വരുമ്പോൾ ഒരു 24 കൂടും. 24 11 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി 264 എന്ന് വരും. അപ്പോൾ അതെ 264 11 കൂട്ടിയാൽ 275. 264 10 കൂട്ടുന്നതെങ്കിൽ 274. 11 അപ്പോൾ ഒരു ഒന്നുകൂടെ കൂടും 275. ഓക്കെ, അപ്പോൾ 25ാമത്തെ ടൈം 275. നമ്മുടെ സമ്മിൻ്റെ ഇക്വേഷൻ അതെ S25 ഈക്വൽ ടു 25/2 ഇൻറ്റു x1 പ്ലസ് xn 11 പ്ലസ് 25ാമത്തെ ടൈം ആരാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത് നമ്മൾ 275. അതെ 25/2 ഇൻറ്റു ഇത് തമ്മിൽ കൂട്ടി ആൻസർ എഴുതണം. എത്രയാണ്? 275 11 275 10 ആണെങ്കിൽ 285. 11 ആകുമ്പോൾ 286. അതെ മുകളിലുള്ളവരാണ് 25 286, താഴെ ഉള്ളത് 2. ഈ 2 286 വെട്ടാം. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 3 6. അതെ 143 ഇൻറ്റു 25 അതാണ് ബാക്കി വന്നേക്കുന്നത്. 25 ഇൻറ്റു 143 കാണേണ്ടത്. 25 ടൈംസിൻ്റെ സമ്മ് അപ്പോൾ കിട്ടും. ഇതേ നോക്കുക. അതെ 5 ഇൻറ്റു 3 15 5 റിമൈൻഡർ 1. 5 ഇൻറ്റു 4 20 20 പ്ലസ് 1 21 1 റിമൈൻഡർ 2. 5 ഇൻറ്റു 1 5 2 7 വരും. അതെ 2 ഇൻറ്റു 3 6 2 ഇൻറ്റു 4 8 2 ഇൻറ്റു 1 2. അതെ 5 6 പ്ലസ് 1 7 8 പ്ലസ് 7 15 5 റിമൈൻഡർ 1 2 പ്ലസ് 1 3. അതെ 3575. ഓക്കെ അതെ 3575. ഇതാണ് എത്ര ടൈമിൻ്റെ സമ്മ്? 25 ടൈമിൻ്റെ സമ്മ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ ഏതാ? n/2 ഇൻറ്റു x1 പ്ലസ് xn ഫസ്റ്റ് ടേം പ്ലസ് ഏത് ടേം? ലാസ്റ്റ് ടേം. 25 പേരുള്ള അപ്പം ഫസ്റ്റ് ടേം 11, ലാസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ല കാരണം 3 പേരെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 25ാമത്തെ ആളിനെ കാണുക. 25ാമത്തെ ആളിനെ കാണുന്ന രീതിയാണ് എന്താണ്? ഒന്നാമത്തെ ടേമിനോട് 24d കൂട്ടിയാൽ മതി. അതിനി ഈ ഐഡിയ യൂസ് ചെയ്യുന്നത് എവിടെയും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. 25 കാണാൻ n ആണെങ്കിൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. 25 ആകുമ്പോൾ 25 1 കുറച്ച് 24d. അതാണ് ഒരു ഇക്വേഷൻ. അത് ഓൾജിബ്ര കാണാൻ ദേ dn പ്ലസ് f മൈനസ് d യൂസ് ചെയ്യുന്ന പോലെ ഇതും യൂസ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ചോദിക്കട്ടെ, ഒരു സീക്വൻസിൽ 50ാമത്തെ ടൈം 30ാമത്തെ ടൈം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ദേ ഈ ഇക്വേഷനാണ് കുറച്ചുകൂടെ നല്ലത്. ഓൾജിബ്രക് ഫോം ചോദിക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ അതിന് ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 25ാം ടൈം കിട്ടി 275. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 3575. ഇനി ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ഇത് വേറൊരു ഇക്വേഷനാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യിപ്പിക്കത്തുള്ളൂ. ബാക്കി ഇതാണ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്നത് നല്ലത്. അത് ചെയ്താലും കുഴപ്പമില്ല. ഇക്വേഷൻ കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഓൾജിബ്ര പഠിച്ചപ്പം ഓൾജിബ്ര പഠിച്ച സമയത്ത് ഇത് രണ്ടും പഠിച്ചത് കൂടാതെ ഓൾജിബ്രയ്ക്ക് ഒരു രീതിയും കൂടെ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ട? xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, dn പ്ലസ് f മൈനസ് ബി പഠിച്ച് an പ്ലസ് ബി പഠിച്ച് ഇപ്പം നമ്മൾ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d പഠിച്ച്. ഇത്രയൊക്കെ പറയുന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണമെന്നില്ല. അപ്പോൾ അവിടെ a എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇക്വേഷൻ പ്രകാരം അതെന്താ സാറേ അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ആ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് a എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ a എന്ന് പറയുന്ന ലെറ്റർ ഡിഫറൻസ് ആണ്. ആ ഇക്വേഷനിൽ ഈ ഇക്വേഷനിൽ a എന്ന് പറയുന്ന ലെറ്റർ കോമൺ ഡിഫറൻസ് ആണ്, d ആണ്. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾക്ക് അറിയാൻ നമ്പർ ഓഫ് ടൈംസ് ആണ്. ബി എന്ന് പറയുന്ന ലെറ്റർ കാണണമെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്നും ഡിഫറൻസ് കുറയ്ക്കണം. ഫസ്റ്റ് ടേമിൽ നിന്ന് ഡിഫറൻസ് കുറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25 പേരുടെ സം ഒന്ന് കണ്ടു നോക്കാം. ഇക്വേഷൻ വലുതാണ്, പക്ഷെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റെപ്പ് കുറയും. പക്ഷേ നിങ്ങൾ ഇഷ്ടമുള്ള ഇക്വേഷൻ എടുത്താൽ മതി. വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യണമെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്താൽ മതി. ഇതോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ S25 ഈക്വൽ 25 ടേമിൻ്റെ സം കാണാൻ ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞ ആരാണ്? ആ ഇക്വേഷൻ പ്രകാരം എ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് ആരാണ് ഇവിടുത്തത്? d 11 ആണ്. 11 ഇൻറ്റു n നമ്പർ ഓഫ് ടൈംസ് 25 പേരുടെ സമ്മല്ലേ 25 ഇൻറ്റു ബ്രാക്കറ്റിൽ n പ്ലസ് 1 എന്ന് വെച്ചാൽ 25 പ്ലസ് 1 പ്ലസ് n 25 ആണ്. 25 ഇൻറ്റു ബി ആരാണ്? ബി എന്ന് പറഞ്ഞാൽ f മൈനസ് ഡി ആണ്.
എഫ് ആരാ ഫസ്റ്റ് ടേം ആരാ? ഇതേ നോക്കുക, നമ്മുടെ ഫസ്റ്റ് ടേം 11 എഫ് മൈനസ് ഡി, ഡി എന്ന് പറഞ്ഞാലും 11 11 മൈനസ് 11 എന്ന് വരും. ഇത് ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൽ 11 മൈനസ് 11 0 എന്ന് വരും. ഓക്കെ, കുറച്ച് ലെങ്തിയാണ്, ഇക്വേഷൻ ഭയങ്കര ലെങ്തിയാണ്. ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. n/2 ഇൻറ്റു x1 പ്ലസ് xn ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതാകുമ്പോൾ ഹാഫ് ഇൻറ്റു an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് nb അത്രയും പഠിക്കണം. ഓക്കെ, ഏത് വെച്ച് ചെയ്താലും മാർക്കാണ് കേട്ടോ. ഏത് വെച്ച് ചെയ്താലും ആൻസർ സെയിം ആയിട്ടാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് സാർ ഒന്ന് പറഞ്ഞത്. ദേ 1/2 ഇൻറ്റു 11 ഇൻറ്റു 25 ഇൻറ്റു 25 പ്ലസ് 1 ദേ 26 പ്ലസ് 25 ഇൻറ്റു 0. ഏത് നമ്പറിൻ്റെ 0 കൊണ്ട് ഇൻറ്റു ഇതിൽ ആൻസർ 0 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഫും ഈ മുകളിൽ ആരൊക്കെയാണ് ഉള്ളത്? 1, 11, 25, 26. താഴെ 2 മാത്രം. ഈ 2ഉം ഇൻറ്റു ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് 26 കൂടെ ക്യാൻസൽ ചെയ്യാം. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 3 ആണ് എന്ത് 6. ലാസ്റ്റ് ഇനി കിടക്കുന്നത് 1 ഉണ്ട്. 11 ഇൻറ്റു 25 ഇൻറ്റു 30. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവരെ 3 പേരെയും കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 25 ടൈംസിൻ്റെ സമ്മ് കിട്ടും നമുക്ക്. നോക്കുക, 25നെ 13 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 25 ഇൻറ്റു 13 ആലോചിച്ചാൽ മതി. ചെയ്ത് നോക്കാം. പക്ഷേ 25 ഇൻറ്റു 10 250 ആണ്. 25 ഇൻറ്റു 10 ആകുമ്പോൾ 250. 25 ഇൻറ്റു 11 ആകുമ്പം പിന്നെ ഒരു 25 കൂടത്തില്ലേ? അപ്പം 250 25 275. 25 ഇൻറ്റു 12 ആകുമ്പം പിന്നെ ഒരു 25 കൂടും. അപ്പോൾ എത്ര ആവും? 300 ആവും. പിന്നെ ഒരു 25 ഇൻറ്റു 13 ആകുമ്പം പിന്നെ ഒരു 25 കൂടും. 325. ഇതിൻ്റെ ആൻസർ 325 ആണ്. ചിലർക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി, അല്ല ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ 325. 11 ഇൻറ്റു 325. 325നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതെ, 11 കൊണ്ട് ചെയ്യുമ്പോൾ 1 കൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ അത് തന്നെ ആൻസർ കിട്ടുന്നത്. അതെ, 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 3 3. 1 കൊണ്ട് ചെയ്യുമ്പോൾ അത് തന്നെ ആൻസർ വരുവാ. അതൊന്ന് ചെയ്യാം. അതെ, 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 3 3. അതെ, 5 5 പ്ലസ് 2 7, 3 പ്ലസ് 2 5 3. എത്ര? 3575. എത്ര? 3575 അല്ലേ? 3575. ഇത് തന്നെയല്ലേ മറ്റേ ഇക്വേഷൻ ചെയ്തപ്പോഴും കിട്ടിയത്? ഈ ഇക്വേഷൻ കുറച്ച് ലെങ്ത് കൂടുതലാണ്. പക്ഷേ എത്രാമത്തെ ടേം ഇപ്പോൾ ഇവിടെ കണ്ട നമ്മൾ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 25ാമത്തെ ടേം ഒന്ന് കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയത്തില്ല. 25ാമത്തെ ടേം ആണെന്നറിയാം, അത് എത്രയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ 25ാമത്തെ ടേം കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഇവിടം വരാം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ എന്ന് പറയുമ്പം കുറച്ച് ഇക്വേഷൻ വലുതാണ്. പിന്നെ ഈ എ കാണുമ്പം എ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ആ ഇക്വേഷനിൽ എ ഡിഫറൻസ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് എന്ന് ആലോചിക്കണം. സ്പീഡിൽ പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ രണ്ടും നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം, അടുത്ത പ്രോബ്ലം മുതൽ നമ്മളിതിൽ ഈ ഒരു ആദ്യത്തെ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തു പോകത്തുള്ളൂ. മറ്റേത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. അത് നമ്മുടെ ഒരു ഇഷ്ടമാണ്, എങ്ങനെ ചെയ്യണം, ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് 12 23 34 ഈ തന്നിരിക്കുന്ന എല്ലാ സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് കാണാനാണ്. നമ്പർ ഓഫ് ടൈംസ് 25 അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സമ്മ് കണ്ടാൽ മതി. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് സെക്കൻഡ് പ്രോബ്ലം തൊട്ട് ഇതാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ചുള്ളതാണ് പറയുന്നത്. മറ്റേത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒന്നാമത്തത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കത്തും. അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി, ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ Sn = n/2 ഇൻറ്റു x1 പ്ലസ് xn. 25 പേരുടെ സമ്മല്ലടാ കാണേണ്ടത്. അപ്പോൾ n എത്ര? 25/2 ഇൻറ്റു x1 ഫസ്റ്റ് ടേം 12 പ്ലസ് xn എത്രാമത്തെ ടൈം? എത്ര പേരുടെ സമ്മ കാണണ്ടേ? 25 പേരുടെ അല്ലേ? അപ്പം n എന്ന് പറയുന്നത് എത്ര? 25 x 25. 25ാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് എടുത്ത് വിട്ട് കൊടുത്താൽ ആൻസറായി. ഓക്കെ, അതാണ് കഴിയും പെട്ടെന്ന് പരിപാടി. 25ാമത്തെ ടേം ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? ഒന്നാമത്തെ ടേം n ആണെങ്കിൽ n-1 ഇൻറ്റു ഡി എന്ന്. അപ്പം 25 ടേം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ടേമിൻ്റെ കൂടി 24 ഡി കൂട്ടിയാൽ മതി. ഒന്നാമത്തെ ടേം ആരാണ്? അതെ, 12 പ്ലസ് 24 ഇൻറ്റു ഡിഫറൻസ് എത്ര? ഡി കാണാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. സെക്കൻഡ് ടൈം ആരാ? 23. 23 12 കുറച്ചാൽ എത്ര വരും? 3 2 കുറച്ചാൽ 1, 2 1 കുറച്ചാൽ 1, 11.
21 12 കുറച്ചാൽ എത്ര? ഡിഫറൻസ് 11 അല്ലേ? നോക്കിയാൽ മതി. 12ഉം 11ഉമാണ് 23. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഗ്യാപ്പ് എത്രയാണ്? 11 ആണ്. 24 × 11 12 പ്ലസ് 24 × 11 കഴിഞ്ഞ പ്രോബ്ലത്തിലും ചെയ്തതാണ്. 24 × 10 ആകുമ്പോൾ 240 ആവും. 11 ആകുമ്പം പിന്നെ ഒരു 24 കൂടെ കൂടും. അപ്പോൾ 264. 264ഉം 12 264ഉം 10 ആണെങ്കിൽ 274. രണ്ടുകൂടെ കൂടുമ്പോൾ 276. ഓക്കെ, ഇതാണ് 25ാമത്തെ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേ നമ്മുടെ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇക്വേഷൻ അല്ലാതെ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. അതൊന്നുകൂടെ ഒന്ന് എഴുതുന്നത് ഈ ഒരു സ്റ്റെപ്പ്. S25 = 25/2 × 12 പ്ലസ് ഇതേ എത്രയാണോ? 276. 25/2 × 276ഉം 12 276ഉം 10 ആണ് 286. രണ്ടുകൂടെ ആകുമ്പോൾ 288. ഈ രണ്ട് മുകളിൽ 25 288 ഉണ്ട്, താഴെ 2 288 ഇവിടെ വെട്ടാം. 2 × 1 2 2 × 1 2 2 × 4 8 2 × 4 8. ഇപ്പോൾ 25 × 144. 144നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 5 × 4 20 0 ശിഷ്ടം 2. 5 × 4 20 20 2 22 2 ശിഷ്ടം 2. 5 × 1 5 2 7. 2 × 4 8 2 × 4 8 2 × 1 2 0. 8 2 10 0 ശിഷ്ടം 1. 8 + 1 9. 7 കൂടെ ആകുമ്പോൾ 16 ആകും. 16 റിമൈൻഡർ 1 2 1 3. എത്ര? 3600. 25 പേരുടെ സമ്മാണ് 3600. 3600. ഓക്കെ, ഈ മൂന്നാമത്തെ പ്രോബ്ലം രണ്ടെണ്ണം നമ്മൾ ചെയ്ത് മൂന്നാമത്തെ പ്രോബ്ലം നിങ്ങളൊരു ഹോംവർക്കാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹോംവർക്ക് പോലെ ചെയ്ത് എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഫസ്റ്റ് ടേമിട 21 ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രോബ്ലത്തിലെ പോലെ തന്നെ ഡിഫറൻസ് 11 ആണ്. 21ഉം 11 അല്ലേ 32. അവിടുത്തെ ഗ്യാപ്പ് എത്ര? 11. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് 11, ഫസ്റ്റ് ടേം 21. ഇതുപോലെ 25 ടേംസിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാനാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്ന് ചെയ്തു നോക്കാം മക്കൾ. ഒരു പേപ്പർ പേന എടുത്ത് ചെയ്ത് നോക്കി ഒന്ന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ആണെന്ന് ഓർത്തില്ല, നോട്ടായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് പിന്നെയും ഉപകാരപ്പെടും. പിന്നെയും ആ ഒരു സംഭവം ഒന്ന് നോക്കാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യണം. നാലാമത്തെ പ്രോബ്ലം 19 28 37. ഇതാണ് ഇവിടെയും സമ്മിൻ്റെ ഇക്വേഷൻ. Sn = n/2 × x1 + xn. ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം 25 ടൈംസിൻ്റെ സമ്മ് S25 = 25/2 × x1 ആരാടാ? 19 + x ലാസ്റ്റ് ടൈം ആരാ? 25 അല്ലേ? x25. 25ാമത്തെ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 25ാമത്തെ ടൈം കാണാൻ എത്ര? ഒന്നാമത്തെ ടൈമിൻ്റെ കൂടെ 24D അല്ലേ നമ്മൾ കൂട്ടുന്ന. അപ്പം ഒന്നാമത്തെ ടൈം ആരാടാ? 19 + 24 × ഡിഫറൻസ് എത്ര? ഇവിടുത്തെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 28ൽ നിന്ന് 19 കുറച്ചാൽ 28ൽ നിന്ന് 19 പോയാൽ, അല്ലെങ്കിൽ 19നോട് എത്ര കൂട്ടുമ്പോഴാണ് 28 ആലോചിച്ചാൽ മതി. 9 അല്ലേ? അപ്പോൾ ഡിഫറൻസ് എത്ര? ഡിഫറൻസ് 9 ആണ്. അപ്പോൾ ഇവിടെ 24 × 9. 24 × 10 എന്ന് പറഞ്ഞാൽ 240. 24 × 10 ആണ് 240. 24 × 9 എന്ന് പറയുമ്പം ഇപ്പോൾ 24 ടേബിൾ ആലോചിച്ചാൽ 24 × 10ൻ്റെ തൊട്ട് പുറകിലല്ലേ 24 × 9. അപ്പോൾ അവിടെ 24 × 9 എന്ന് പറയുമ്പം 240നെ കാട്ടി ഒരു 24 കുറവ് വരും. അതെത്ര? ഇൻറ്റു ചെയ്യുമ്പോൾ 216 ആയിട്ടുണ്ട്. ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. 19 + 24 × 9 216. ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങ് പറഞ്ഞത് ആൻസർ. 216ഉം 19. 216ഉം 19 എന്ന് പറയുമ്പോൾ 216ഉം 10ഉം 226. പിന്നെ ഒരു 9 കൂടെ കൂട്ടുമ്പോൾ 235 വരും ആഡ് ചെയ്യുമ്പോൾ. ഇതാണ് 25ാമത്തെ ടൈം 235. ഈക്വേഷൻ്റെ അകത്തോട്ട് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ഇനി കൊടുക്കാനുള്ള ആ ഒരു സ്ഥലത്തോട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. S25 = 25/2 × ഫസ്റ്റ് ടൈം 19 ആണ്. ഇപ്പം 25th ടൈം 25ാമത്തെ ടൈം കിട്ടി 235. ഓക്കെ, ഇപ്പോൾ 25/2 × 235ഉം 19. 235ഉം
10ഉം 245. പിന്നെ ഒരു 9 കൂടെ ആകുമ്പം 254 എന്ന് വരും. ഓക്കെ, ഈ 254 കൂടെ വെട്ടാം. 2 × 1 2, 2 × 1 2 ആണ്. 2ൻ്റെ ടേബിളിൽ 5 ഉണ്ടോ? ഇല്ല. 2 × 2 4 ഉണ്ട്. 2 × 2 4 ആണ്. നമ്മൾ 4 കട്ട് ചെയ്ത് 5 ആയിരുന്നു, 4 കട്ട് ചെയ്തിട്ടാണ് നമ്മൾ 2 എന്ന് എഴുതിയത്. ബാക്കി ഒരു 1 ഉണ്ട്. അപ്പോൾ 14 എന്ന് വായിച്ചാൽ 2 × എത്ര? 14. 2 × 7 അല്ലേ 14. അപ്പം 25 × 127. 127 × 25 നോക്കിയാൽ മതി. 5 × 7 35, 5 റിമൈൻഡർ 3. 5 × 2 10, 10 + 3 13, 3 റിമൈൻഡർ 1. 5 × 1 5, 5 + 1 6. 72 14, 4 റിമൈൻഡർ 1. 2 × 2 4, 4 + 1 5. 2 × 1 2, 5, 4 + 3 7, 6 + 5 11, 1 റിമൈൻഡർ 1. 2 + 1 3, 3175. അപ്പോൾ 25 ടൈംസിൻ്റെ സം 25 പേരുടെ സമ്മാണ്, അല്ലെങ്കിൽ 25 പദങ്ങളുടെ തുകയാണ് 3175. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, അതിൻ്റെ 4 പാർട്ടുണ്ടായിരുന്നു, അത് തീർന്നിട്ടുണ്ട്. ആ 3ാമത്തെ പാർട്ട് ഒന്ന് ചെയ്ത് നോക്കുക, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ആ പേജ് നമ്പർ 71 3ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. എടാ 9ൻ്റെ മൾട്ടിപ്പിൾസുകൾ എടുക്കുക. എവിടെ? 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 9ൻ്റെ മൾട്ടിപ്പിൾസ് തപ്പുക, അവരുടെ സമ്മ് കാണുക. എന്ന് വെച്ചാൽ എല്ലാ 9ൻ്റെ മൾട്ടിപ്പിൾസും വേണ്ട, 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 9ൻ്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, എടാ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആദ്യം ആരൊക്കെയാണ് നമുക്ക് നോക്കാം. 100ൽ തുടങ്ങി 999 വരെയല്ലേ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ തൊട്ട് പുറകിലുള്ളത് 99 ആണ്, അത് 2 ഡിജിറ്റ് നമ്പർ, അപ്പോൾ അതില്ല. ഇനി 999ൻ്റെ തൊട്ടപ്പുറത്ത് 1000 ആണ്, അതും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടാണ്, എവിടെ തുടങ്ങി? 100ൽ തുടങ്ങി 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. അതിൽ എല്ലാ 3 ഡിജിറ്റ് നമ്പറും നമുക്ക് വേണ്ട, 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം മതി. നമുക്ക് 9ൻ്റെ ടേബിൾ ഒന്ന് നോക്കാം. എല്ലാം മൊത്തം എഴുതുന്നില്ല. 9 × 9 എത്രയാണോ? 81 അല്ലേ. 9 × 10 എത്ര? 90 അല്ലേ. 9 × 11 എത്ര? 99 അല്ലേടാ. ഇനി 9 × 12 എത്ര? 9ൻ്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ 9 ആഡ് ചെയ്ത് പോവല്ലേടാ. 81 9 കൂട്ടി 90, 90 9 കൂട്ടി 99, 99ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര വരും? 108 എന്ന് വരത്തില്ലേ. അപ്പം 9ൻ്റെ മൾട്ടിപ്പിളുള്ള 2 ഡിജിറ്റ് നമ്പർ 99. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 9ൻ്റെ മൾട്ടിപ്പിൾ ആരാ? 108 ആണ്, അല്ലെങ്കിൽ 108 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ ആരാണ്? 108. ഇനി ഇതിപ്പം സാറേ ഇങ്ങനെ വേറെ വലിയ നമ്പർ ചോദിച്ചാലോ, 4 ഡിജിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതി നോക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ മക്കളെ, മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ, ഇപ്പം 9ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരുന്നവരാണ് നമ്മൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 9 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരുന്നവരാണ് 9ൻ്റെ മൾട്ടിപ്പിൾസ്. ഇപ്പോൾ 108നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 × 1 9, 10 - 9 1, 8 താഴോട്ടിറക്കി. 9 × 2 18, റിമൈൻഡർ 0. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതേപോലെ നോക്കാം, അല്ലെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നവരാണ് 9ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പം 100 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. അല്ല എന്ന് മനസ്സിലാകുന്നതിൻ്റെ കാരണം ശ്രദ്ധിച്ചോണം. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നത് നോക്കുക. റിമൈൻഡർ 0 വരുന്ന മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അല്ല. അപ്പം 9 × 1 9, 10 - 9 1 ആണ്, 0. അടുത്തത് 9 × 1 9,
10 - 9 1 ആണ്. റിമൈൻഡർ 1 അല്ലേ വന്നത്. റിമൈൻഡർ 0 വരുന്നവരെയാണ് നമ്മൾ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ചോദിക്കുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നവരാണ് 9ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നതാണ് 6ൻ്റെ മൾട്ടിപ്പിൾ. 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 ആണെങ്കിൽ അതാണ് 7ൻ്റെ മൾട്ടിപ്പിൾസ്. മക്കളെ ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ സാറത്രയും പറഞ്ഞ് ഇനി ഒരു ട്രിക്കുകളുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 9ൻ്റെ ടേബിളിൽ വരുന്നവർ അല്ലെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നവരല്ലേ പറയുന്നത്, അങ്ങനല്ലേ പറഞ്ഞത്. ചില ഡിവിസിബിൾ എന്നാണ് പറയുന്നത്. 9 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ് 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നവരാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെന്ന് പറയും. അപ്പം ഡിവിസിബിലിറ്റി റൂളിൽ നമ്മളൊരു ഒരു ട്രിക്ക് ഐഡിയ പറയുന്നുണ്ട്. 9ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാനൊരു പെട്ടെന്നുള്ളൊരു ട്രിക്കാണ്. ഒരു നമ്പർ കാണുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് അറിയണം. ഇതിപ്പം 106 ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിന് പകരം 9 പെട്ടെന്നൊരു ഐഡിയ ആണ്, ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 1ഉം 0ഉം 6ഉം ആഡ് ചെയ്യുക. 1ഉം 0ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 1 + 0 1 + 6 7 വരും. ഈ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ ആൻസർ 7 അല്ലേ വരുന്നത്. അപ്പം ഇതെന്തല്ല, മൾട്ടിപ്പിൾ അല്ല. ആഡ് ചെയ്യുമ്പം 9ഓ 9ൻ്റെ മൾട്ടിപ്പിൾസോ വരണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 9 കൊണ്ട് പക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ നമ്പർ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ആഡ് ചെയ്യുമ്പം എന്ത് വരണം, ഒന്നില്ലെങ്കിൽ 9 വരണം, അല്ലെങ്കിൽ 9ൻ്റെ ടേബിളിലുള്ള ഏതെങ്കിലും നമ്പേഴ്സ് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണേൽ 108 എന്ന് നോക്കാം. 108 അത് മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം, എങ്കിലും ഒന്ന് നോക്കാം. ആഡ് ചെയ്യുക. 1 + 0 + 8 1 + 0 + 8 എത്ര വരുന്നത്, 9 അല്ലേ വരുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഫസ്റ്റ് മൾട്ടിപ്പിൾ 108 ആണെങ്കിൽ 108 ആണ്. അടുത്ത മൾട്ടിപ്പിൾ അടുത്തത് കിട്ടാൻ സിമ്പിളാണ്, 9 ആഡ് ചെയ്താൽ മതി. 9ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം 9 ആഡ് ചെയ്ത് പോവല്ലേ. അപ്പം 108ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 117. അടുത്തത് 126. അങ്ങനെ പോയി എല്ലാ മൾട്ടിപ്പിൾസും എന്താണ് 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള എല്ലാ മൾട്ടിപ്പിൾസും വേണം. ആദ്യത്തെ 3 ഡിജിറ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിളാണ് 108 9ൻ്റെ. രണ്ടാമത്തെ 3 ഡിജിറ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിളാണ് 117. അടുത്ത 126. ലാസ്റ്റ് ആര് വരും, നമ്മുടെ ഈ ലാസ്റ്റത്തെ നമ്പർ 999 ആണ്. ഓക്കെ, 999 ആണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. സാർ അത് ഈ പറഞ്ഞ 2 ഐഡിയ ഇവിടെ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 999 എന്ന് പറഞ്ഞ നമ്പറിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് വരും, 9 + 9 18 18 + 9 27 9ൻ്റെ ടേബിളിൽ വരുന്ന ആളാണ്. 9 × 3 27 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ പറ്റും. ഇനി അല്ലെങ്കിൽ 27 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ 2ഉം 7 വേണേൽ ആഡ് ചെയ്ത് നോക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ 2ഉം 7 ആഡ് ചെയ്യുമ്പം എത്ര വരും, 2 + 7 എത്ര വരും, 9 എന്ന് വരത്തില്ലേ. അങ്ങനെ വേണേൽ നോക്കാം. എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക. നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുമ്പം ആഡ് ചെയ്യുന്നത് 9ൻ്റെ ടേബിളുള്ളവരാണെങ്കിൽ ആ നമ്പർ 9ൻ്റെ പറയപ്പെടുന്ന നമ്പർ നമ്മൾ ചെക്ക് ചെയ്ത നമ്പർ 9ൻ്റെ ടേബിളിലുള്ളതാണ്. അല്ലെങ്കിൽ 999 നമുക്ക് എന്തുകൊണ്ട് നോക്കാം, 999 വേണമെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 0 വരും. 9 × 1 എത്ര, 9 ആണ്. 0 9 താഴെ ഇറക്കി. 9 × 1 9 ആണ്. 0 9 താഴോട്ട് ഇറക്കി. 9 × 1 9 ആണ്. 0. അപ്പം റിമൈൻഡർ 0 ആണ്. അതിനെക്കാട്ടി സിമ്പിൾ ട്രിക്കാണ്. നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക. 9ൻ്റെ ടേബിളിലുള്ളവരാണെങ്കിൽ അത് എന്താണ്, ആ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 9ൻ്റെ ടേബിളിലുള്ള 9ഓ 9ൻ്റെ ടേബിളിലുള്ളവരെയോ കിട്ടിയാൽ ആ നമ്പറിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു നമ്പർ 9ൻ്റെ ടേബിളിലുള്ള നമ്പറാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 108 എന്താണ്, 117 126 ലാസ്റ്റ് നമ്പർ ആരാളാ 999. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ടേം 108, അടുത്തത് 108 117 അങ്ങനെ പോവുകയാണ്. തീരുന്നത് 999. അപ്പോൾ ഇത്രയും ടേമുള്ള സമ്മാണ് കാണേണ്ടത്. അതാണ് പറഞ്ഞാൽ 9ൻ്റെ ടേബിളിലുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 9ൻ്റെ ടേബിളിലുള്ളവരെ മാത്രം തപ്പിയെടുക്കുക. അവരുടെ അത്രയും പേരുടെ മാത്രം സമ്മ് കാണുക. അവരെ തപ്പിയെടുത്തു, ഇത്രയും പേരുണ്ട്. അവിടെ
തുടങ്ങുന്നത് 108ലും തീരുന്നത് 999ലുമാണ്. അപ്പോൾ ഇവിടെ എത്ര ടൈംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ടൈംസ് ഉണ്ടെന്ന് എങ്ങനെ കാണുന്നത്? നമ്പർ ഓഫ് ടൈംസ് കാണുന്നത് n ഈസ് ഈക്വൽ ടു xn മൈനസ് x1/d+1. xn ആരാടാ മക്കളെ? xn ലാസ്റ്റ് ടൈം 999 മൈനസ് x1 ഫസ്റ്റ് ടൈം ആരാടാ? 108. ഓക്കെ, ബൈ ഡി. എടാ ഇവിടുത്തെ ഗ്യാപ്പ് എത്ര? 9ൻ്റെ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് 9 ആണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഡിഫറൻസ് 9 ആണ്. 108 കഴിഞ്ഞ് അടുത്ത ടൈം എഴുതിയപ്പോൾ അവിടുത്തെ എന്താണ് ഡിഫറൻസ് 9 ആണ്. +1 ഇത് തമ്മിൽ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. എത്രയാണ്? 108 കുറയ്ക്കുമ്പോൾ 9 - 8 1, 9 - 0 9, 9 - 1 8, 891/9 +1. ഈ 9ഉം 899 കട്ട് ചെയ്യാം. 9 × 1 ഡിവൈഡ് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. 8 9ൻ്റെ ടേബിളിലില്ലല്ലോ, 89 എടുക്കുക. 89 ടേബിളിലില്ല. 9 × 9 81. 9 × 9 81. അപ്പം 81 ആണ്. ഇവിടെ എത്ര ഉണ്ട്? 89 നമ്മൾ കട്ട് ചെയ്തത്. റിമൈൻഡർ അല്ലെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 8 ഇല്ലേ? 81 കട്ട് ചെയ്താൽ അവിടെ 9 × 9 അല്ലേ 80. ഇതാണ് കട്ട് ചെയ്യുന്ന മെത്തേഡ്. അല്ലെങ്കിൽ 891 സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോഴും 99 എന്ന് വരും ആൻസർ. 99 +1. എന്നിൻ്റെ വാല്യൂ 100. എത്ര ടൈം ഉണ്ടാ? 100 ടൈംസ് ഉണ്ട്. ഓക്കെ, 100 ടൈംസ് ഉണ്ട്. അപ്പോൾ അത്രയും പേരുടെ എന്ത് കാണാം? നമുക്ക് സം ഒന്ന് കണ്ടു നോക്കാം. ഇത്രയും പേരുടെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ഇക്വേഷൻ Sn ഈസ് ഈക്വൽ ടു n/2 × x1 + xn ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. എത്ര പേരുടെ സമ്മാണ് കാണണ്ട? എത്ര പേരുടെ? 100 പേരില്ലേ? S100 ഈസ് ഈക്വൽ ടു എത്ര? n നമ്പർ ഓഫ് ടൈംസ് 100/2 × ഫസ്റ്റ് ടൈം ആരാടാ? x1 ഫസ്റ്റ് ടൈം 108 പ്ലസ് 999. ഓക്കെ, ഇത് തമ്മിലൊന്ന് നോക്കുക. ചെയ്യുമ്പോഴത്തേക്ക് 108ഉം 999 കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 999ഉം 108 കൂടെ ആഡ് ചെയ്യുമ്പം 9 + 8 17 7, റിമൈൻഡർ 1. 9 + 1 10 0, റിമൈൻഡർ 1. 9 + 1 10, 10 + 1 11. ഓക്കെ, അപ്പോൾ എന്താണ്? 100/2. 100/2നെ കട്ട് ചെയ്താൽ 2 × 1 2, 2 × 5 10 0. 50 ആണ് അല്ലേ? 100ൻ്റെ പകുതി, 100ൻ്റെ പകുതി 50 ആണ്. 50 × ഇതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇതേ. അപ്പോൾ ഇവിടെ ഈ 1107നെ ഈ 50 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 50 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് പകരം എത്ര കൊണ്ട് ചെയ്താൽ മതി? 1107നെ 5 കൊണ്ട് ചെയ്തിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. യൂണിറ്റ് പ്ലേസിൽ 0 അല്ലേ? 7 × 5 35ന് 5, റിമൈൻഡർ 3. 5 × 0 0, 0 + 3 3. 5 × 1 5, 5 × 1 5. 5535 ആണ് ആൻസർ. 100 ടൈംസിൻ്റെ സമ്മ്, 100 പേരുടെ സമ്മാണ്. എത്രയാണ്? 5535. ഓക്കെ, ഇതാണ് അവർ 9ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ പ്രോബ്ലം. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഏതിൻ്റെ മൾട്ടിപ്പിൾ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ ഡിവിസിബിലിറ്റിയുടെ നമ്മൾ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യുക. അപ്പം ഇതുവരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നേരത്തുള്ള വീഡിയോയും കൂടെ ഒക്കെ കാണണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് പോലെ എല്ലാവർക്കും ഗുഡ് ബൈ.